കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലൊരു നടപ്പാത ഉണ്ടാക്കിയതായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് അന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ചെടിച്ചട്ടികളായിരുന്നു. പിന്നീട് അതൊക്കെ മാറ്റിയിട്ട് അവിടെ നിറയെ ഗ്രോ ബാഗിലാക്കിയിട്ടുള്ള ചീരത്തൈകൾ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒക്കെ പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 2 ആഴ്ച മുന്നായിരുന്നു ഈ ചീരകളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് വിളവെടുക്കാനായിട്ടുണ്ട്. കുറച്ചധികം ചീരത്തൈകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വിത്ത് പാകിയുന്ന സമയത്ത് പൊട്ടിയ ബക്കറ്റിലും ഒക്കെ ആയിട്ടായിരുന്നു പാകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നല്ലോണം അടുപ്പിച്ചായിട്ടാണല്ലോ ഉണ്ടാകും. എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീര പാകുക, മുളപ്പിക്കുക, വിളവെടുക്കുക, കറി വെക്കുക, കഴിക്കുക. പിന്നീടാണ് അമ്മ പറഞ്ഞത് ഇതിങ്ങനെ മുളപ്പിച്ചാൽ പോരാ, ഇത് ഓരോന്നായിട്ട് വേർതിരിച്ച് നട്ടു കൊടുക്കണം. പിന്നെ എന്ത് ചെയ്തു, നേരെ ഓൺലൈനിൽ പോയിട്ട് ഗ്രോ ബാഗ് ഓർഡർ ചെയ്തു. അങ്ങനെ അതിൽ വേറെ ആയിട്ട് ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോ പലതിലും ചീരയല്ല, ഇത് വിളവെടുത്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. വിത്ത് പാകിയ ബക്കറ്റില് ഇതുപോലെ എപ്പോഴും നല്ലോണം തിങ്ങിയിട്ടാണ് ചീരകൾ നിൽക്കുന്നത്. ഇത് വളർന്നു വരുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഇലകൾ കൂടെ ഈ ഇലപ്പുള്ളി രോഗം ഉണ്ടല്ലോ, അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോ അതിന് വേണ്ട മരുന്നൊക്കെ ഒഴിച്ചിട്ടാണ്. ഇതിലൊഴിച്ചിട്ടുള്ള മരുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽക്കായവും സോഡാപ്പൊടിയും മഞ്ഞളും ആണ് കേട്ടോ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് അതുമേൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ചീര മാത്രമല്ല 2, 3, 4, 5, 6 വഴുതനങ്ങ തൈകളും ഉണ്ട്. എനിക്കും എൻ്റെ അമ്മക്കും ഈ പച്ചക്കറി ഉണ്ടാക്കലിനോട് ഒരു പ്രത്യേക ക്രേസ് ആയിരുന്നു കുറച്ച് മുന്നേ. പിന്നീട് എന്തോ അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പതാ ആ ഒരു പച്ചക്കറി കൃഷിയോട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. ഈ ക്ലിപ്പുകളൊക്കെ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ചതായിരുന്നു. ഇതിലൊന്നും അധികം വിളവെടുക്കാനായിട്ടില്ല. വഴുതനങ്ങ തൈകളൊന്നും ഇപ്പോഴുള്ള അത്ര വലുതായിട്ടും ഇല്ല. വീട്ടിൽ ഒരുപാട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വരും വീഡിയോസിൽ പറയാം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.